ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഭാഷാപരം, ഭാഷാപരത്തിലുള്ള പ്രാർത്ഥന ഊളത്തരമാണോ? അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുന്നവരെ തെറ്റിദ്ധരിക്കുകയും അങ്ങനെ പരിഹസിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. എന്താണ് ഈ ഭാഷാപരം, അതിൻ്റെ സൽഫലങ്ങൾ എത്ര വലുതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. എൻ്റെ ഒരു അനുഭവം എനിക്ക് പങ്കുവെക്കാനുണ്ട്. ഞാനൊരു ധ്യാനം കൂടി അതിൻ്റെ അവസാന ദിവസമായപ്പോൾ എനിക്കൊരു പ്രത്യേക അനുഭവം ഉണ്ടായി. എൻ്റെ നാവിൻ്റെ അറ്റം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക. ചുവട് ഉറച്ചു നിൽപ്പുണ്ട്, പക്ഷേ എൻ്റെ നാവിൻ്റെ അറ്റം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഭാഷാവരം കിട്ടാനാണ്. ഉടനെ ഞാൻ ചെയ്തൊരു കാര്യം, എൻ്റെ 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഞാനൊരു പ്രാർത്ഥന നടത്തി. എന്താ പറഞ്ഞെന്നറിയോ? ദൈവമേ, ഇത് മാത്രം വേണ്ട, വേറെ എന്ത് തന്നാലും ഞാൻ സ്വീകരിച്ചോളാം. അപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയത് ഈ ഭാഷാപരം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൺട്രോളൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഇതേത് ഊളനാണെന്ന് ബാക്കിയുള്ളവർക്ക് ചിന്തിക്കാം. അതുകൊണ്ടാണ് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ദൈവത്തോട് പറഞ്ഞത്, ഇത് വേണ്ട, ബാക്കി എന്ത് വേണേലും തന്നേര്. കയ്യോ കാലോ ഒടിഞ്ഞാലും പ്ലാസ്റ്റർ ഇട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരുന്നാൽ പോരെ. പക്ഷേ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും പിന്നീട് എനിക്ക് കൺട്രോളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഭാഷാപരത്തിൽ പ്രാർത്ഥിച്ചു. ഞാൻ വിചാരിച്ച പോലെ തന്നെ എൻ്റെ അടുത്ത് നിന്നവരൊക്കെ എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ഈ പുള്ളിക്ക് എന്നാ പറ്റുമെന്നുള്ള രീതി. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഭാഷാപരം എന്താണെന്നും അതിൻ്റെ സൽഫലങ്ങൾ എത്ര വലുതാണെന്നും എനിക്ക് അനുഭവമായി. അതുകൊണ്ട് ഇന്ന് ആരൊക്കെ എന്തൊക്കെ ഇതേക്കുറിച്ച് പറഞ്ഞാലും പരിഹസിച്ച് സംസാരിച്ചാലും ഭാഷാപരമായിട്ട് ഒരു പ്രാർത്ഥനാപരമായിട്ട് എനിക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് 1 കൊറിന്തോസ് 14 അധ്യായം. ഭാഷാപരത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നല്ലതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കാരണം പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെല്ലാവരും ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നല്ലൊരു കാര്യം അല്ലെങ്കിൽ പൗലോസ്ലീഹ അങ്ങനെ ഒരാഗ്രഹം പ്രകടിപ്പിക്കുമായിരുന്നു, ഒരാശംസ നേരുമായിരുന്നു. അതുകൊണ്ട് നല്ലൊരു കാര്യമാണ്. ഇതിൻ്റെ തെറ്റായ രീതിയിലുള്ള ചില ഉപയോഗങ്ങളും അതല്ലെങ്കിൽ ഇതേക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും ഇതൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് ഈ വരം ഒരു വരമായിട്ട് നമുക്ക് എടുത്ത് അതിൻ്റെ സൽഫലങ്ങൾ നേടിയെടുക്കാൻ പറ്റാതെ പോകുന്നത്. സമയം പോലെ ഈ ഒരു അധ്യായം നിങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. വചനം വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്, അധരസേവ വ്യർത്ഥമാണ്, ഹൃദയസേവ ശക്തമാണ്. ഇവിടെ പ്രാർത്ഥന അധരസേവയാണെങ്കിൽ വെറുതെ വേസ്റ്റ് ഓഫ് ടൈം. പക്ഷേ അത് ഹൃദയസേവ, ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു പ്രാർത്ഥനയാണെങ്കിൽ അതിശക്തമായിരിക്കും, അതിൻ്റെ സൽഫലങ്ങൾ വളരെ വലുതായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മത്തായി 15:8-9 വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, അവരുടെ പ്രാർത്ഥന വ്യർത്ഥമാണ്, എന്നാൽ ഹൃദയം കൊണ്ടുള്ള പ്രാർത്ഥന അതിശക്തമാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ് 1 സാമുവേൽ 1-ാം അധ്യായം, അതിൻ്റെ 10 മുതൽ വായിച്ചാൽ മതി. ഹന്നായുടെ പ്രാർത്ഥന, ഹൃദയത്തിൽ ഉയർന്നു വന്ന അവളുടെ പ്രാർത്ഥന എന്തായിരുന്നു? അതുവരെ മക്കളില്ലാതിരുന്ന അവൾക്ക് സന്താനഭാഗ്യം, അതുവരെ മുഖം വാടിയിരുന്ന അവളുടെ മുഖം പിന്നീട് ഒരിക്കലും മ്ലാനമായിട്ടില്ല. ചെറിയ മാറ്റമാണ് അവളുടെ ജീവിതത്തിൽ വന്നത് അല്ല. അപ്പം അതുകൊണ്ട് ഹൃദയത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥനയ്ക്ക് ഇതുപോലെ ശക്തിയുണ്ട്, അതിൻ്റെ സൽഫലങ്ങൾ വളരെ വലുതായിരിക്കും എന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. മത്തായി 26:40 എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുള്ളൊരു കാര്യമാണ്. കർത്താവ് ആവശ്യപ്പെട്ടൊരു കാര്യം, 1 മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൂടെ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇനി 1 മണിക്കൂറെങ്കിലും, അത് മനസ്സിലാക്കാനും അംഗീകരിക്കാനും ഒക്കെ പറ്റുന്ന ആളുകളുണ്ട്. പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില വചനഭാഗങ്ങൾ, അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ബുദ്ധിമുട്ടാണ്. അതിലൊന്നാണ് എഫേസസ് 6:18, എല്ലാ സമയത്തും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കണം, എല്ലാ സമയത്തും. അതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷം 21:34-35 വചനങ്ങൾ അവസാനിക്കുന്ന എങ്ങനെയാണ്? സദാ പ്രാർത്ഥിച്ച് ജാഗരൂകരായിരിക്കുക. ഇവിടെ ഇത് എങ്ങനെ സാധിക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇതിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോഴും പ്രയർഫുൾ ആയിരിക്കണം, അല്ലാതെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കണം, അധരസേവ നടന്നുകൊണ്ടിരിക്കണം എന്നുള്ളതല്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ചില കാര്യങ്ങൾ വിശുദ്ധരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ ഒരു സമാഹാരമല്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല, ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. നാം ചെയ്യുന്ന കാര്യത്തെക്കാൾ ദൈവം നമ്മിൽ ചെയ്യുന്നതാണ് യഥാർത്ഥമായ പ്രാർത്ഥന. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ സദാ പ്രാർത്ഥിച്ച് ജാഗരൂകരായിരിക്കാൻ നമുക്ക് പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15:16 നമുക്കറിയാമല്ലോ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ് എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. നമുക്കിനി ഭാഷാപരത്തിന് ചില
സൽഫലങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തെ സൽഫലമായിട്ട് നമുക്ക് പറയാൻ പറ്റുക, പ്രാർത്ഥനയുടെ വോളിയം കൂട്ടുന്നതാണ് ഭാഷാവരം. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ പ്രാർത്ഥനയുടെ വോളിയം കൂടും. ഇതറിയാൻ 1 കൊരിന്തോസ് 14:14 വായിച്ചാൽ മതി. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയല്ല പ്രാർത്ഥിക്കുക, നിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായിട്ടും അവിടെ പ്രാർത്ഥനയുടെ വോളിയം കൂടും. കാരണം എൻ്റെ ആത്മാവാണ്, എൻ്റെ അധരമല്ല അവിടെ പ്രാർത്ഥിക്കുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 14-15 അധ്യായങ്ങൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി കടന്നു വന്നപ്പോൾ സാംസന് ചെയ്യാൻ പറ്റിയ കാര്യം അത് അവൻ്റെ സ്പീഡ് കൂട്ടി. ഒരു സിംഹത്തിൻ്റെ സ്പീഡിനേക്കാൾ അവന് സ്പീഡ് കൂട്ടി എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സ്പീഡ്, ആത്മീയമായിട്ടുള്ളൊരു സ്പീഡ് നമുക്കുണ്ടാകാൻ ഈ അഭിഷേകം നമുക്ക് വളരെ ആവശ്യമാണ്. രണ്ടാമതൊരു കാര്യം, ഭാഷാവരം നമുക്ക് ആനന്ദം പകരും. ഞാനത് എൻ്റെ ആദ്യം ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അനുഭവിച്ച ഒരു കാര്യമാണ്. അവിടെ എനിക്കുണ്ടായത് സന്തോഷം എന്നതിനേക്കാൾ ആനന്ദം പകരും. സാധാരണ നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്നത് എന്താ? സന്തോഷം. പക്ഷേ നല്ല ദൈവാനുഭവം ഉണ്ടാകുമ്പോൾ അവിടെ നമുക്കുണ്ടാകുന്നത് ആത്മീയ ആനന്ദമാണ്. മറ്റൊരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഭാഷാവരം എന്ന് പറഞ്ഞാൽ അത് മറ്റ് വരങ്ങളിലേക്ക് വാതിൽ തുറക്കുന്നതാണ്. അപ്പോൾ വലിയൊരു കാര്യമാണ്. വരദാനങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ മറ്റു വരങ്ങളിലേക്ക് വാതിൽ തുറക്കുന്ന ഒന്നായിട്ട് ഈ ഭാഷാവരത്തെ കാണണം. എനിക്കറിയാവുന്ന ഒരു ഡോക്ടർ, അദ്ദേഹം ആദ്യം ധ്യാനം കൂടിയപ്പോൾ ആകെ കിട്ടിയത് പ്രാർത്ഥനയോടൊരു അഭിരുചി. അത് കഴിഞ്ഞപ്പം സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറേ നാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് ഭാഷാവരം കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ പ്രാർത്ഥന കൂടുതൽ ശക്തമായി. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൂടെ കഴിഞ്ഞപ്പോഴാണ് ദർശനങ്ങളൊക്കെ കാണാൻ തുടങ്ങി. വരദാനങ്ങളിലേക്ക് വാതിൽ തുറക്കുന്നതാണ് ഭാഷാവരം. നമ്മളെപ്പോഴെങ്കിലും യേശുവെ നന്ദി, യേശുവെ സ്തുതി എന്ന് 1-2 പ്രാവശ്യം പറയുന്നത് അതേ ഭാഷാപരമായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. സമയമെടുത്ത് നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവോട് ചേർന്ന് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ആ ഒരവസ്ഥ, അതാണ് ശരിക്കും ഭാഷാവരം എന്ന പ്രാർത്ഥനാവരം. നമുക്കിത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രതിഷ്ഠാജപത്തിൽ പങ്കുചേരുമ്പോൾ ഭാഷാവരത്തെ തെറ്റിദ്ധരിച്ച വ്യക്തികളുണ്ട്, ഭാഷാവരത്തെ മുൻവിധികളോടുകൂടി കാണുന്ന വ്യക്തികളുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നല്ലവനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഉത്ഥാന ലഹരിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരികയും പാപത്തിൽ വീഴാതെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത യേശുവേ, അങ്ങയോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനും ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നവരാകാനും ഞങ്ങൾക്ക് വരമരുളണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. അവയെല്ലാം ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.